ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊരിയൻ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ നെയ്യ്. അപ്പോൾ നെയ്യ് തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ ആ ഒരു പ്രത്യേക മണവും ആ ടേസ്റ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ കുറച്ച് പൊരി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ അരിപ്പൊരി തന്നെയാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് പൊരി എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ പൊരി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. എങ്കിൽ പിന്നെ പെട്ടെന്ന് അതിൻ്റെ കളർ മാറിപ്പോവും. അതിൻ്റെ പേരിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെ മാത്രം ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഫ്ലെയിം തീരെ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചുകൂടി കുറച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. പൊരി എന്ന് പറയുമ്പോഴേ സാധാരണ ഒരു ചെറിയൊരു ക്രിസ്മസ് ഉള്ളതാണ്. പക്ഷേ ഇരുന്നാലും നമ്മളിതുപോലെ നെയ്യിൽ വറുത്തെടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടുതലായിട്ട് നന്നായിട്ടൊരു ക്രിസ്മസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതായത് റൂം ടെമ്പറേച്ചറിൽ നല്ലതുപോലെ തണുത്ത് കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ കടായിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറുപഴം. അപ്പോൾ ചെറുപഴം വന്നിട്ട് പാളയംതോടൻ പഴമാണ്. അപ്പോൾ ഞാലിപ്പൂവൻ പഴം അങ്ങനത്തെ ആ ഒരു പഴമല്ല കേട്ടോ. അപ്പോൾ ചെറുപഴം നമ്മുടെ പാളയംതോടൻ എന്നാണ് ഈ സൈഡിലൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം പഴം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അത്യാവശ്യം 2 വലിയ ഗ്ലാസ്സിന് ഒരു 4 പഴം. തീരെ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ എടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ ആ പഴം വന്നിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മാഷർ വെച്ചിട്ടോ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. മിക്സിയിലിട്ട് കറക്കി കളയരുതെങ്കിൽ മിക്സിയിലിട്ട് നമ്മൾ സ്മൂത്താക്കിയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒരു പേസ്റ്റ് പോലെ വരും, ഒരു ജ്യൂസായി കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെയല്ല കിട്ടേണ്ടത്. പകരം ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസൊക്കെ നമ്മുടെ ഈ പഴത്തിലുണ്ടാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ആപ്പിളിൽ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, അതായത് മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ മാമ്പഴം ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ ആപ്പിളാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് എത്രത്തോളം വേണോ ആ ഒരളവിൽ മാത്രം ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു കുട്ടി ആപ്പിളാണ്. ആപ്പിൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടിയാണ്. അപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടി നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണോ അതുപോലെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കളയരുത്. അതായത് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഒരു ഫ്രൂട്ട് സലാഡായിട്ട് അങ്ങനെ മാറ്റി കളയരുത്. ഇതുപോലെ ഏതെങ്കിലും ഒരേ ഒരു ഫ്രൂട്ട് മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം വലിയ ഗ്ലാസ്സിന് ഒരു 2-3 ഗ്ലാസ് അളവിനാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ.
പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിങ്ങും കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് സെർവ് ചെയ്യണം. നമ്മുടെ ഷേക്ക് ഇപ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഞാനിതുപോലൊരു 3 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഗ്ലാസ്സിലേക്കെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നന്നായിട്ട് വറുത്തെടുത്ത കുറച്ച് കപ്പലണ്ടി. അപ്പോൾ കുറച്ച് നിലക്കടല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നിലക്കടലയ്ക്ക് പകരം നമുക്കിതിലേക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും ഒക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ കപ്പലണ്ടിയും നട്ട്സൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പൊരി കൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം അളവിൽ വേണോ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് ഐസ് ക്യൂബ്സും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിക്സിനൊന്നും നന്നായിട്ട് തണുപ്പില്ല, അപ്പോൾ അത്യാവശ്യം തണുപ്പിന് വേണ്ടിയിട്ടാണ്. ഇനിയും ഇതിൽ കൂടുതൽ കുറച്ചുകൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്കിത് ചെയ്ത് തുടങ്ങാം. ഗ്ലാസ്സിലേക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ ഏകദേശം 10-20 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് തണുത്ത് കിട്ടിയ പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിറഞ്ഞ് കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള തണുത്ത പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഉടൻ തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കുടിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് ഒരുപാട് സമയം നമ്മളിത് വെച്ചിരിക്കരുത്, എങ്കിൽ പിന്നെ ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ പൊരിയെല്ലാം പെട്ടെന്ന് കുതിർന്നു പോകും. അങ്ങനെ കുതിർന്നു പോയാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തേ ഇല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് സെർവ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ സമയം തന്നെ ഒന്ന് കുടിച്ചേക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിയൻ മിൽക്ക് ഷേക്കാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. ഈ ചൂട് സമയത്ത് നല്ല ചില്ലാക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കാണ്. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കൊന്ന് തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.